വേദപുസ്തകം പറയുന്നു, നിങ്ങളിൽ എളിയവൻ ഒരുത്തന് ചെയ്യുന്നതല്ല ദൈവത്തിന് ചെയ്യുന്നത് പോലെയാകും. ആദിവാസി ഊരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നേർക്കാഴ്ച കാണാൻ കഴിയും. ഈ ഒരു അവസ്ഥയിലാണ് അവർ ഇവിടെ ജീവിക്കുന്നത്. ഇടണം കേട്ടോ, ഇടാൻ വേണ്ടി തന്നേക്കുന്നതാ കേട്ടോ. പിള്ളേർക്ക് എങ്ങനെ പള്ളിക്കൂടത്തിൽ വിടും, കുട വേണം, ബുക്ക് വേണം എന്ന് വളരെ നന്ദിയാണ്. സുരേഷ്, ദൈവം അനുഗ്രഹിക്കും സുരേഷ്, ഒന്നും വിഷമിക്കണ്ട. ഇന്നത്തെ നമ്മുടെ താരം ആരാണ്? നമ്മുടെ പാസ്റ്ററാണല്ലേ. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് നമുക്കൊന്ന് കൈയടിക്കാം. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൻ്റെ അവർ ഒരുക്കുന്ന ദൈവിക കരുതൽ എന്ന വിദ്യാദീപം പാസ്റ്ററുടെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 വർഷം മുമ്പ് ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പാസ്റ്ററോടൊപ്പം ഉണ്ട്. ഇനിയുണ്ടാവും. സ്നേഹവീട് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇതുപോലൊരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ നല്ലൊരു പ്രവർത്തനം ചെയ്യുന്ന ബിനു പാസ്റ്റർക്ക് എല്ലാവിധ നന്ദി. പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിൽ നമ്മുടെ അമ്മമാർ, അച്ഛന്മാർ, അങ്ങനെ പ്രായം ചെന്നിട്ടുള്ള ധാരാളം ആളുകൾ, അവരെ പെരുവഴിയിലേക്ക് അവരെ തള്ളിവിടുമ്പോൾ അതിൽ നിന്ന് ഒരു വലിയ മോചനം എന്നുള്ള നിലയിലാണ് എലോഹിം ചർച്ചിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നത്. സമൂഹം ആഗ്രഹിക്കുന്ന, സമൂഹത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ഒരു സഭയ്ക്ക് നേതൃത്വം നൽകുമ്പോഴും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രിയപ്പെട്ട ബിനു പാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വർഷത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിലും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു വിദ്യാദീപം എന്ന പദ്ധതി. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. ദൈവത്തിന് ഹിതമാണെങ്കിൽ ഈ മാസം 22-ാം തീയതി വ്യാഴാഴ്ച ഇവിടെ വെച്ച് വിദ്യാദീപം എന്ന പ്രോഗ്രാം നടക്കാൻ പോകുകയാണ്. ഏകദേശം 3000 കുട്ടികളെ എടുത്ത് പഠിപ്പിക്കാനുള്ള സംരംഭം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രയോജനം ലഭിക്കുന്നത് ആദിവാസി വിഭാഗത്തിലെ കുട്ടികളടക്കം സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങൾക്ക് യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ പഠന സഹായം ആവശ്യം വേണ്ടി വരുന്ന നിർധനരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പഠന സഹായ പദ്ധതി തീർച്ചയായിട്ടും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ബിനു വാഴമുട്ടത്തിന്റെ നേതൃത്വത്തിൽ 20 വർഷക്കാലമായിട്ട് നടന്നു വരിക. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും അതോടൊപ്പം നിലനിർത്തിക്കൊണ്ടുപോകുവാനും കാണിക്കുന്ന താല്പര്യം ഏറെ അഭിനന്ദനീയമാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഒരു ആരാധനാലയം എന്ന നിലയിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ചാരിറ്റിയെ കുറെ കൂടി കാര്യമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പ്രിയങ്കരനായ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് എല്ലാവിധമായ ആശംസകളും നേരിട്ട് കുട്ടികളുടെ പഠനങ്ങൾക്ക് കൂടുതൽ സഹായകമാകുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകമായ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ആശ്വാസം എത്തിക്കാനും അവരുടെ പഠന നിലവാരം ഉയർത്താനും ആവശ്യമായ ബഹുമുഖമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന പത്തനംതിട്ടയിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ വിദ്യാദീപം പദ്ധതിക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കാം. പാസ്റ്റർ ബിനു വാഴമുട്ടം നേതൃത്വം നൽകി വരുന്ന എലോഹിം ഗ്ലോബൽ വർക്ക്ഷോപ്പ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തിവരുന്ന സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി. നമ്മുടെ വിദ്യാദീപം പദ്ധതി തീർച്ചയായും വളരെ ആശ്വാസകരമായ ഒരു സന്ദേശമാണ് ഇത്. പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ വർഷങ്ങളായി സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പഠന സഹായം നൽകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിദ്യാദീപം എന്ന പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.
എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പത്തനംതിട്ട ദൈവിക കരുതൽ വിദ്യാദീപം പദ്ധതി നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിർധനരായ ഒരുപറ്റം ആളുകൾക്ക് ആശ്വാസവും കരുതലും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം തന്ന നിയോഗത്തിനനുസരിച്ച് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം സഭയെ ശക്തിപ്പെടുത്തി. സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കേരളം 100% സാക്ഷരത എന്ന് പറയുമ്പോഴും ഇപ്പോഴും പേര് ചോദിച്ചാൽ അറിയാത്ത, വയസ്സറിയാത്ത, കാടിനകത്ത് അധിവസിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. സമൂഹം നമ്മളേറെ സന്തോഷത്തിൽ ജീവിക്കുമ്പോഴും അവർ എങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മെ ഇവിടം വരെ എത്തിച്ചത് വിദ്യാഭ്യാസവും വിശുദ്ധ ബൈബിളുമാണ്. മിഷണറിമാർ ഈ കാലത്തിൽ നൽകിത്തന്ന സംഭാവനകൾ ഏറ്റവും വലുതാണ്. കുട്ടികൾക്ക് പഠനോപകരണവും സ്മാർട്ട് ഫോണുകളും ചികിത്സാ സഹായങ്ങളും അങ്ങനെ ആരോരുമില്ലാത്തവരുടെ അഭയകേന്ദ്രമായി മാറുവാൻ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി ഇവിടെ ഓർക്കുന്നു. ആഗസ്റ്റ് മാസം അപ്രതീക്ഷിതമായുണ്ടായ മഴക്കെടുതിയും പ്രളയവും കേരളത്തെ വല്ലാതെ കണ്ട് തകർത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും വസ്ത്രവും അവശ്യ സാധനങ്ങളും നൽകുവാനും സർക്കാരിനൊപ്പം ചേർന്ന് അവശ്യഘട്ടങ്ങളിൽ വേണ്ട രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം നൽകുവാനും സഭയ്ക്ക് കഴിഞ്ഞു.
നമ്മളെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്നിവിടെ ബിനു പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ദൈവദാസന്മാർ ഇന്നിവിടെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ പാസ്റ്ററെയും അദ്ദേഹത്തോടൊപ്പം വന്ന മറ്റ് എല്ലാ സഹോദരന്മാരെയും ഞാൻ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വളരെയധികം പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്യും. ഗീതത്തോട് അട്ടത്തോട് ആദിവാസി മേഖലയിൽ മഴയോടും പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയ അരികുവൽക്കരിക്കപ്പെട്ട ആദിവാസികളുടെ ഉന്നമനത്തിനായി അവർക്ക് വേണ്ടിയ ഭക്ഷണം, അവർക്ക് വേണ്ടിയ വസ്ത്രം, കുട്ടികൾക്ക് വേണ്ടിയ വിദ്യാഭ്യാസ സഹായങ്ങൾ, അങ്ങനെ അവരുടെ സമഗ്രമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നൽകുവാൻ സഭയാലാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ നാളുകളിൽ അവിടെ ചെയ്തു വരുന്നു. രണ്ടായിരത്തി 19-2020 കാലഘട്ടങ്ങളിൽ നാം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി കോവിഡ് എന്ന മഹാമാരിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു CPAP മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. മോർ ദാൻ 75,000 ആയിട്ടുള്ളൊരു മെഷീനാണ്. ഇൻ കേസ് ഓഫ് എൻ ഇവൻച്വാലിറ്റി, ഒരു സീരിയസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മെഷീൻസ് എത്രയുണ്ടോ അത്രയും അധികം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ. അതോടൊപ്പം കോവിഡ് കാലത്ത് ഒരുമിച്ച് കൂടാനാകാത്ത സാഹചര്യം നിലവിൽ വന്നതിനാൽ വിദ്യാഭ്യാസം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആയിത്തീർന്നപ്പോൾ, കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ പകച്ചു നിന്നപ്പോൾ സർക്കാരുകൾക്കും ആരോഗ്യരംഗത്തിനും എന്ത് ചെയ്യണമെന്നറിയാതെ മുൻപോട്ട് പോയപ്പോൾ ആരോഗ്യരംഗത്ത് വേണ്ടിയ അവശ്യ സാധനങ്ങൾ നൽകുവാനും സഭയ്ക്ക് കഴിഞ്ഞു.